നമ്മളിപ്പോൾ നേരെ തിരിഞ്ഞോടുകയാണ്. നമ്മളിപ്പോൾ നമ്മളെ കുട്ടികളും നമ്മളെ മൊബൈലിലേക്ക് കഴിഞ്ഞിടത്തോളം മൊബൈൽ 24 മണിക്കൂർ മൊബൈൽ. ഈ മൊബൈൽ വലിച്ചെറിയണം. അത്യാവശ്യ കാര്യങ്ങൾക്ക് മൊബൈൽ തൊടുമെന്ന് തീരുമാനിക്കണം. ലോകം അതിലേക്ക് വരികയാണെന്നാണ് ഞാൻ പറയുന്നത്. ലോകം എന്നല്ലെങ്കിൽ നാളെ പൂർണ്ണമായിട്ട് ദേഷ്യം പിടിച്ചിട്ട് ഈ സാധനം തോട്ടിക്കറി. അത് തുടങ്ങിക്കഴിഞ്ഞ ലോകത്ത്. ഇപ്പം അമേരിക്കയിൽ കുറച്ച് മനുഷ്യന്മാരുണ്ട്, അവർ യന്ത്രം കൈകൊണ്ട് തൊടൂല. ഒരുപാട് സ്ഥലത്ത് ഒന്നും രണ്ടോ ആളല്ല ഈ പറയുന്നത്, ആയിരക്കണക്കിന് മനുഷ്യന്മാർ. യന്ത്രം കൈകൊണ്ട് തൊടാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വണ്ടി കയറൂല, കാറ് കയറൂല, ടെലിഫോൺ തൊടൂല, മൊബൈലില്ല. കൃഷി ട്രാക്ടർ കൊണ്ട് നടത്തൂല, ഒക്കെ കൃഷിയാണ്. എല്ലാവരും കർഷകരാണ്. അവനാന് വേണ്ടത് അവനാ വെച്ചുണ്ടാക്കും, മുളപ്പിക്കും. പക്ഷെ പഴയ പരമ്പരാഗത കൃഷി രീതികളെ അവലംബിക്കുള്ളൂ. യന്ത്രം കൊണ്ട് കൃഷി നടത്തൂല. മതിക്കുക, നെല്ല് കുത്തുക, ഒരു പണി യന്ത്രത്തെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല. അവരെ പറ്റി പുസ്തകമുണ്ട് മലയാളത്തിൽ. അവിടെ പോയിട്ട് ഇതേമാതിരി പഠിച്ച് വന്നിട്ട് വായിക്കേണ്ടതാണ്. അത്ഭുതപ്പെട്ടു. അവരെ മക്കൾ അവരവർക്കേ കെട്ടിച്ചു കൊടുക്കുള്ളൂ, പുറത്തുനിന്നൊരു കെട്ടിച്ചു കൊടുക്കില്ല. നല്ല സാധനം കഴിക്കുക, നന്നായി ജീവിക്കുക, ആയുസ് നന്നാക്കുക, മണ്ണിലൂടെ നടക്കുക, ഇതൊക്കെയാണ് അവരെ പരിപാടി. ഈ വക കാര്യങ്ങളൊക്കെ മനുഷ്യൻ ചിന്തിക്കേണ്ടി വരും. ആയുസ് വർദ്ധിപ്പിക്കുന്നത് വേറൊന്നിനുമല്ല, നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്, ഇബാദത്ത് വർദ്ധിപ്പിക്കാനാണ്. നിങ്ങളൊരു രോഗിയെ സന്ദർശിച്ചാൽ അയാളുടെ ദീർഘായുസിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അതിൻ്റെ കാരണം കേട്ടാൽ നമ്മൾ ഞെട്ടും. എന്തിനാണ് അയാൾക്ക് ദീർഘായുസ് കിട്ടേണ്ടതെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. പെര വലുതാക്കാനല്ല, മക്കളെ കെട്ടിക്കാനല്ല, കച്ചവടം കൂടി കോപ്പ് കൂട്ടാനല്ല. അയാൾ അള്ളാഹുവിൻ്റെ ഒരു ശത്രുവിനെ നേരിടാൻ അയാൾ ബാക്കിയാകണം. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുക. റബ്ബിൻ്റെ ശത്രുവിനെ നേരിടുക എന്ന് പറഞ്ഞാൽ പോയിട്ട് നേരിട്ട് ഏറ്റുമുട്ടെന്നല്ല, വാക്കുകൊണ്ടോ എന്തൊക്കെ നേരിടലാവാം. നേരിടുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആവാം. നമ്മളെ വാക്ക് കൊണ്ടാവാം, നമ്മുടെ കർമ്മം കൊണ്ടാവാം, നമ്മളെ ദുആ കൊണ്ടാവാം. അപ്പോൾ ഫലസ്തീനിൽ അതാ അന്യായം നടക്കണം. ദുആ പോലും വലിയൊരു നേരിടലാണ്. പ്രാർത്ഥിക്കുക. ഇന്നലെ ജബ്ബാറാജി സാഹിബ് ഒക്കെ ഉണ്ടായിരുന്നു. ജില്ലാ മുസ്ലിം ലീഗിൻ്റെ വലിയ പ്രതിഷേധം, സമാധാനത്തിന് വേണ്ടി, യുദ്ധത്തിനെതിരെ. അങ്ങനെയൊക്കെയുള്ള നന്മകൾ സമാധാനത്തിന് വേണ്ടി. ആരുന്നല്ല, ആരും മരിക്കരുത്, ആരും കൊല്ലപ്പെടരുത്. എന്നെ മതം എന്നില്ല, എന്നെ ജാതി എന്നില്ല. എല്ലാ മനുഷ്യർക്കും വേണ്ടി തുടിക്കുന്ന മനസ്സ്, മനുഷ്യത്വത്തിൻ്റെ മനസ്സ്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യർ എന്ന ഒറ്റ പരിഗണന. മനുഷ്യരൊക്കെ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. അതാണ് ഇന്ത്യ. മൈത്രിയാണ്, സ്നേഹമാണ്, സഹാനുഭൂതിയാണ്. എല്ലാവരെയും അംഗീകരിക്കുക. ആരോടും വിരോധമില്ല, വർഗീയതല്ല. അതാണ് ദീർഘായുസ് കൂടാനുള്ള അടുത്ത പണി. എന്താണ് ദീർഘായുസ് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി? മനസ്സിലാരോടും വെറുപ്പില്ലാതിരിക്കുക. അസൂയ, പക, കുശുമ്പ് ഇതൊക്കെ ആയിട്ട് നടക്കുന്നവർ പെട്ടെന്ന് മരിക്കുന്നതാണ്. മനസ്സ് സമാധാനപ്പെടണം. ആരെയും വെറുക്കാതിരുന്ന അതിൻ്റെ ഗുണം അവനാൻ തന്നെയാണ്. മനസ്സ് സമാധാനമായി. അതുകൊണ്ടാണ് പുണ്യ നബി പറയുമായിരുന്നു, എൻ്റെ പൊന്നുമോനെ അനസേ. അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഈ ഹദീത്ത് പലയിടത്തും പറഞ്ഞിട്ട് മലയാളികൾ ഒരുപാട് കേട്ട നബിവചനമാണ്. കുട്ടികളിത് കട്ട് ചെയ്തിട്ട് വീഡിയോ ക്ലിപ്പാക്കിയിട്ട് ധാരാളം പ്രചരിച്ചിരുന്നു. എൻ്റെ പൊന്നുമോനെ അനസേ, നേരം പുലരുമ്പോഴും ആരോടും വെറുപ്പില്ല, വൈകുന്നേരവും ആരോടും വെറുപ്പില്ല. നിനക്കങ്ങനെയാകാൻ കഴിയുമോ അനസേ? എങ്കിൽ അതാണ് എൻ്റെ മാർഗം. എൻ്റെ മാർഗം ജീവിപ്പിച്ചവൻ അനസേ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. എന്നെ സ്നേഹിച്ചവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമാണ് എന്ന് ഷഫീഉൽ വറാ താഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പൂർവികർക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമ്മേളനം. ഇങ്ങനത്തെ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് ഞാൻ വലിയ പ്രഭാഷണം നടത്തൂല. കാരണം മരണപ്പെട്ടവരെ ഓർക്കേണ്ട നേരമാണ്, പ്രാർത്ഥിക്കേണ്ട നേരമാണ്. ജീവിച്ചിരിക്കുന്നവരുടെ ദീർഘായുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നേരമാണ്, അവരെ ബഹുമാനിക്കേണ്ട നേരമാണ്. വലിയ പരുക്കൻ ഇവിടെ വന്നിട്ടൊരു പരുക്കൻ പ്രസംഗം ചെയ്ത് ഒരു ആവേശപ്പെടുത്തി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്നോട് പുച്ഛം തോന്നും. ഞാനങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്നോട് പുച്ഛം തോന്നും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെട്ടു, അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത്
അത്ഭുതകരമായി പരിചയപ്പെട്ട ആളാണ്. സാധാരണ രീതിയിൽ പരിചയപ്പെടാൻ ഒരു സാധ്യതയില്ലാത്ത ആളാണ്. അത് ജപ്പാനിലെ കുറച്ച് സ്ഥലത്തെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും 100 വയസ്സാണ്. ആരും 100 മുമ്പ് മരിക്കണില്ല. നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സാണ്. വയസ്സെന്ന് പറഞ്ഞാൽ പോലെ മൂലൊക്കെ കൂടിയിട്ട് ഇങ്ങനെ മുടക്കാച്ചരക്കായിട്ട് ജീവിക്കല്ല. നല്ല ചെറുപ്പക്കാരെ മാതിരി അവരെ കാര്യമൊക്കെ അവരെന്നെ ചെയ്തിട്ട് ജീവിക്കണ കുറേ മനുഷ്യന്മാർ ആ പ്രദേശങ്ങളിൽ ഉണ്ട്. എന്താണ് അവരെ ദീർഘായുസിൻ്റെ രഹസ്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു യൂറോപ്യൻ എഴുത്തുകാരൻ അവിടെ പോയി താമസിച്ച് പഠിച്ചിട്ടൊരു പുസ്തകം എഴുതി. ആ പുസ്തകം ലോകത്ത് ലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിക്കപ്പെട്ടു. കോടാനുകോടി മനുഷ്യന്മാരത് വായിച്ചു. അദ്ദേഹത്തെ അറിയാത്തൊരു ലോകത്താരുണ്ടാവില്ല. അദ്ദേഹത്തെ ഞാൻ അടുത്ത ദിവസം അവിചാരിതമായി അദ്ദേഹം കോഴിക്കോട്ട് വന്നു. എൻ്റെ ജീവിതത്തിൽ അതൊരു അത്ഭുത സംഭവമായിട്ടാണ് സംഭവിച്ചത്. കാരണം അത് റബീഉൽ അവ്വൽ 12 അപ്പോൾ റബീഉൽ അവ്വൽ 12 എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത്, ഉപ്പാൻ്റെ പേരിൽ വീട്ടിൻ്റെ മുറ്റത്ത് എന്ന് പറഞ്ഞ മാതിരി മദ്രസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ട്. അതിന് പോകണമെന്ന് ഞാൻ മദ്രസ ഭാരവാഹികളെ കൂടെ ഒക്കെ ഒന്ന് ഇരുന്നൊരു ചെറിയ യോഗത്തിലിരുന്നു. അത് റസൂലുള്ളാഹിൻ്റെ മദ്ഹായി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര കുറച്ചാളിരുന്നാലും ചിലപ്പോൾ അത് റസൂലുള്ളാഹിൻ്റെ മദ്ഹാവും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി. അവിടെ എത്തുമല്ലേന്ന് അറിയില്ല ഇദ്ദേഹത്തിൻ്റെ പരിപാടിയിലേക്ക്. അത്രയും വൈകി ഞാൻ പുറപ്പെടാൻ. പക്ഷെ റോട്ടും ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അടുത്ത കാലത്തൊന്നും കണ്ടില്ല. റോഡൊക്കെ ഫ്രീ. 45 മിനിറ്റ് കൊണ്ട് ഞാൻ കോട്ടക്കുന്ന് കോഴിക്കോടെത്തി. ഇങ്ങനത്തെ നിൽക്കും 1.25 മണിക്കൂർ എടുക്കും. എനിക്ക് അത്ഭുതമായിരുന്നു. അവിടെ എത്തുമ്പോൾ കറക്റ്റ് ടൈം അദ്ദേഹം പ്രസംഗിക്കാൻ പോവാണ്. അപ്പം ഞാനും അവിടെ 2 വാക്ക് പറഞ്ഞു. ആകെക്കൂടി എനിക്ക് ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതമാണ്. കാരണം ഈ ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജപ്പാനിലെ ജനങ്ങളെപ്പറ്റി പഠിച്ചിട്ട് അദ്ദേഹം എഴുതിയ കാര്യങ്ങൾ കേട്ടപ്പോൾ 1-2 തവണ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. പുണ്യ നബിയെ ഓർത്തിട്ട് ഒക്കെ നബി പറഞ്ഞിട്ടുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനവിടെ പ്രസംഗിച്ചു. ഞാനാകെ ഒരു 10 മിനിറ്റാണ് സംസാരിച്ചത്. പകുതിയിലേറെ സമയം ഞാൻ റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു. എഴുതിയ പുസ്തകം എഴുതിയ ആളോട് ഞാൻ പറഞ്ഞു, മിസ്റ്റർ ഫ്രാൻസിസ്, നിങ്ങളുടെ ഈ പുസ്തകത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും തിരുനബി പറഞ്ഞിട്ടുള്ളതാണ്. ആളുകൾക്ക് അറിഞ്ഞൂടാ. ഉദാഹരണമായിട്ട് 80% വയറിൽ ഭക്ഷണം കഴിക്കാവൂ, ബാക്കി ഒഴിച്ചിടണം. മുഴുവൻ വിശപ്പ് തീരുന്നവരെ ഭക്ഷണം കഴിക്കരുത്. അല്പം വിശപ്പ് വയറിൽ ബാക്കി വെച്ചുകൊണ്ട് വേണം ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിരമിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, മിസ്റ്റർ ഫ്രാൻസിസ്, നിങ്ങൾ 80% വകവെച്ച് കൊടുക്കുന്നുണ്ട്. തിരുനബി 1/3 വകവെച്ച് കൊടുക്കുന്നുള്ളൂ. വയറിൻ്റെ 1/3 ഭക്ഷണം കഴിക്കാവൂ എന്നാണ് മുഹമ്മദ് നബിയുടെ വചനം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 2ാമത്തെ ഭാഗം അത് കേട്ടുകൊണ്ടിരുന്ന സദസ്സിലൊരാൾ ചോദിച്ചു. പുണ്യമൻ നബി പറഞ്ഞു അത് വെള്ളം കുടിക്കാനുള്ളതാണെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തെ ഭാഗമോ എന്നായി ചോദ്യം. അപ്പോൾ അതിന് റസൂലുള്ള പറഞ്ഞ മറുപടി ഞാൻ ആ സദസ്സ് പറഞ്ഞപ്പോൾ കോഴിക്കോട്ടെ വളരെ പ്രബുദ്ധരായ ആളുകളാണ് അതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കാര്യപ്പെട്ട എയർപോർട്ട് അതോറിറ്റിൻ്റെ എയർപോർട്ട് ഡയറക്ടർ, കോഴിക്കോട്ടെ IAMൻ്റെ ഡയറക്ടർ, ചെറിയ സദസ്സാണ്. എല്ലാവരും ചിരിച്ചുപോയി. പരിശുദ്ധ നബിയുടെ മറുപടി ഞാൻ അവിടെ പറഞ്ഞപ്പോൾ, അതവിടെ കിടന്നോട്ടെ, നിനക്ക് ശ്വാസം വിടാൻ നല്ലതാണ് എന്നാണ് റസൂലുള്ള മറുപടി പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വയറിൻ്റെ 3ാമത്തെ ഭാഗം അവിടെ കിടന്നോട്ടെ, അതും കൂടി നിറച്ച് തിന്നണ്ട, എനിക്ക് വീപ്പയക്കാലോ എന്ന് പറഞ്ഞത് നമ്മൾ നബിയാണ്. പക്ഷെ നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ നബിയോട് വലിയ അന്യായം ചെയ്തവരാണ്. നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ റസൂലുള്ള പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യന്മാരോട് നല്ലത് പറയണം, പുഞ്ചിരി തൂകൂ, ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കൂ, ആളുകൾക്കിടയിൽ കൂടി നടക്കൂ, മനുഷ്യന്മാരെ സ്നേഹിക്കൂ, നല്ല വാക്കുകൾ പറയൂ. അങ്ങനെയൊക്കെയാണ് ദീർഘായുസ് ഉണ്ടാവാനുള്ള സംഭവങ്ങളായി പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജപ്പാനിലെ ജനങ്ങളെ ദീർഘായുസിലേക്ക് കൊണ്ടുപോയത്. ഒരു കുടുംബമാണ് എന്ന് പറയാറുണ്ട്. മുസ്ലിം ലീഗ് ഒരു കുടുംബമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് പഴയ നേതാക്കളാണ്. ഇസ്മായിൽ സാഹിബാണ്, ബാഫക്കി തങ്ങളാണ്. അവരാണ് പഠിപ്പിച്ചത്. അവരുടെ ഏർപ്പാടുകളാണ്. ആ കാലം അതാണ്. അവരുടെ ബോധം ഇന്നും അതാണ്. ഇന്നും അത് നിലനിൽക്കുകയാണ്. ബാഫക്കി തങ്ങളൊരു കെറ്റിൽ കൂടെ കൊണ്ടു നടന്നിരുന്നു. ഒരു കെറ്റിൽ വെള്ളം ചൂടാക്കാനാണ്. ഇന്നത്തെ സൗകര്യമൊന്നും ഇല്ലാത്ത കാലമാണ്. ഇന്നിപ്പോൾ വെള്ളം ചൂടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും അതിനൊക്കെ 100 ഒരു പ്ലഗ് കുത്തി കൊടുത്താൽ മതി. ഇത് എത്ര കൊല്ലം മുമ്പാണ് ബാഫക്കി തങ്ങളുടെ കാലം.
അപ്പോൾ ഒരു കെറ്റിലുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കിയിട്ട് ചായ ഉണ്ടാക്കാനല്ല, കാലത്തെണീറ്റിട്ട് നന്ന രാവിലെ സുബഹിക്ക് മുമ്പ് ഒതുകൊടുക്കാനാണ്. അതിനാണ് ഈ കെറ്റിൽ കൊണ്ടുവരുന്നത്. കെറ്റിൽ കൂടെ തന്നെയാണ്, യാത്രയിലൊക്കെ കെറ്റിലാണ് കൂടെ. അപ്പോൾ ആ കഥയൊക്കെ ചിലർ പറയുന്നുണ്ട്. ബാപ്പയ്ക്ക് തങ്ങൾ കൂടെ ഉള്ളവരെ എണീപ്പിച്ചതും നിസ്കാരത്തിന് മുമ്പ് ഉണർത്തിയതും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പാരമ്പര്യത്തിലാണ് ഇത് നിലനിന്ന് മുന്നോട്ട് പോയത്. ഇസ്മായിൽ സാഹിബിനെ പറ്റി എല്ലാവർക്കും അറിയാം. തങ്ങൾ ഒരു ദിവസം പാണക്കാട് പോയപ്പോൾ ഞാനവിടെ ചെന്നു. തങ്ങൾ വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. മുഖമൊക്കെ ആകെ ഒരു അപൂർവമായിട്ട് തങ്ങളങ്ങനെ കാണുള്ളൂ. മുഖമൊക്കെ നിറം മാറിയിരിക്കണം. അപ്പോൾ എന്നോടും തങ്ങൾ രോഷത്തോടെ ചോദിച്ചു, എന്താ അതൊക്കെ ഇങ്ങനെയെന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. തങ്ങൾ എന്നോട് അങ്ങനെ എന്താ സംസാരിക്കണത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, കുറച്ച് ചെറുപ്പക്കാരവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവരോട് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൻ്റെ ഒരു ഭാഗം ഞാൻ കയറി ചെന്നപ്പോൾ തങ്ങൾ എന്നോടുള്ളൊരു അടുപ്പം കൊണ്ട്, നമ്മളൊരു അടുപ്പുണ്ടല്ലോ, സമാധാനമൊക്കെ നോക്കണ്ടേന്നൊക്കെ പറഞ്ഞു എന്നോട്. ഇപ്പം എന്താ സംഭവം എന്ന് കേട്ടാൽ ആരും അത്ഭുതപ്പെട്ടു. അവിടെ ഒരു യൂത്ത് ലീഗ് ക്യാമ്പിൻ്റെ നോട്ടീസ് കൊണ്ടേ കൊടുത്തതാണ്. അതിൽ ഉച്ചയ്ക്ക് വിശ്രമം എഴുതിയിട്ടുണ്ട്, നിസ്കാരം എഴുതിയിട്ടില്ല. ഇതാണ് ശിഹാബ് തങ്ങളുടെ മുഖം ചൊടിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇതിനുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനപരമായ ഗുണം അതൊക്കെ തന്നെയാണ്. അത് ജീവിച്ചിരിക്കുമ്പോഴുണ്ട്, മരിച്ചാലും ഉണ്ട്. വാക്കൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തീരും, ഇതിൻ്റെത് പിന്നിൽ നിൽക്കും. അപ്പോൾ ഈ അടുത്ത ദിവസമാണ് എൻ്റെ സ്നേഹിതൻ കോട്ടക്കലെ ദീർഘകാലം മണ്ഡലം ലീഗ് പ്രസിഡൻ്റായിരുന്ന അബൂ യൂസുഫ് ഒരിക്കൽ മരിച്ചു. എല്ലാവരും പറഞ്ഞത് മൂപ്പര് അടുത്ത കാലത്തായിട്ട് അങ്ങനെ പാർട്ടി ഒരു പോസ്റ്റിലും ഇരുന്നിട്ടില്ല. കുറച്ച് മുമ്പ് പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പ്രസിഡൻ്റൊക്കെ ആയി. പിന്നെ ഇപ്പോൾ കുറച്ചാലും സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഒരുപാട് ആളുകളാണ് മരിച്ചിട്ട് വന്നത്. നിസ്കാരം ഇങ്ങനെ നടക്കുകയായിരുന്നു. എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഒരു ഗുണം. മൂപ്പര് സൈലൻ്റായി ഇരുന്നപ്പോഴും എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഞാൻ ഇടയ്ക്കൊരു ദിവസം മൂപ്പരെ വിളിച്ചു, കാണാൻ വരണമെന്ന്. ഞാൻ പോയി. ഞാൻ മൂപ്പരെ പാടത്തു കൂടിയൊക്കെ നടന്നു. മൂപ്പര് കുറച്ച് കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ഭക്ഷണം ഉണ്ടാക്കി എന്നെ കൊണ്ട് കഴിപ്പിച്ചു. പിന്നെ ഞാൻ അനുശോചനത്തിന് വളാഞ്ചേരി പിന്നെയും പോയി. അവിടെ സ്റ്റേജിലുള്ളവർ മൂപ്പര് അടുപ്പക്കാരൊക്കെ എന്നോട് പറയാം, സമദാനി സാഹിബ് വന്നതിന് എത്ര വട്ടാ മൂപ്പര് പറഞ്ഞിക്കണമെന്നറിയോ. സമദാനി സാഹിബ് വന്നു. അപ്പോഴാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കുകയാണ് നമ്മളൊരു പോക്കിൻ്റെ വില. അത് ജീവിച്ചിരിക്കുമ്പോഴാണ് അതിന് വില. മരിച്ചതിൻ്റെ ശേഷം എല്ലാവരും പോകും. മരിച്ചു നേട്ട ഒരു വിധക്കാരൊക്കെ പാഞ്ഞെത്തും. ജീവിച്ചിരിക്കുമ്പോഴും മനസ്സിലാക്കാൻ കഴിയും. പലർക്കും അത് ചിലപ്പോൾ അതിനൊരു ഭാഗ്യം ഉണ്ടായിന്ന് വരില്ല. അല്ലാഹു തആല അവർക്കൊക്കെ മഗ്ഫിറത്ത് ചെയ്യട്ടെ. അപ്പം അതുകൊണ്ട് മുതിർന്നവരെ ആദരിക്കുക എന്ന് പറയുമ്പം മരിച്ചവരെ അനുസ്മരിക്കുക എന്നും കൂടിയാണ് അതിനർത്ഥം. ആക്കോട് പ്രദേശത്ത് നിന്ന് നേരത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന അപ്പം ഞാനൊരു കഥ പറഞ്ഞത് അവസാനിപ്പിച്ചില്ല. ഞാൻ പിന്നെ ഈ തെന്നലെ പോയപ്പോൾ അവിടെ വരെ എൻ്റെ പഴയ ആൾക്കാർ, നമ്മളെ പഴയ പരിചയക്കാരൊക്കെ വന്നു. അവിടുത്തെ ഒരു പെരിയിലെ വല്യമ്മ ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒക്കെ വലിയ സ്നേഹമായിരുന്നു. നമ്മൾ ഈ പ്രസംഗമൊക്കെ കേട്ട് ദ്വാരക്കണ കൊടുത്തപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ വന്നവരോടൊക്കെ ഞാൻ പഴയ ആൾക്കാരൊക്കെ ഞാൻ എണ്ണി പറഞ്ഞു. ഓൽക്ക് തന്നെ അത്ഭുതമായിരുന്നു. ഓലെ നാട്ടിലുള്ള പഴയ ആൾക്കാരൊക്കെ മൂപ്പര മക്കളെ വർത്താനം എന്താ, അഹമ്മദ് മുസ്ലിയാരെ വർത്താനം എന്താ, അബൂക്കറാജിൻ്റെ വർത്താനം എന്താ, അവരൊക്കെ തെന്നലയിലെ പഴയ ലീഗ് നേതാക്കളാണ്. അപ്പോൾ ഈ അഹമ്മദ് മുസ്ലിയാരെ പറ്റി അവിടെ ഇരുന്ന ആൾ പറഞ്ഞു, എപ്പോഴും ചന്ദ്രിക ഉണ്ടാവും, അതിങ്ങനെ വെക്കുക. അപ്പോൾ അതിലെ രസം എന്താണെന്ന് വെച്ചാൽ ആ ചന്ദ്രികയിൽ അന്നത്തെ പ്രധാനപ്പെട്ടൊരു വാർത്ത മൂപ്പരോട് പറഞ്ഞാൽ മൂപ്പർ അറിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാവരും ചിരിച്ച്, ഞാൻ പറയാതിരിക്കാൻ ചിരിച്ച്. ചന്ദ്രികയിൽ ഇന്ന് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ആ മൂലേര് ചോദിക്കും, മൂലേരാണ് പണ്ഡിതൻ, അങ്ങനെ ഉണ്ടോ, നീ ചന്ദ്രികയിലുണ്ടോ? അപ്പോൾ നിങ്ങളെ കക്ഷത്തല്ലേ എത്തും. നിങ്ങളെ ഈ കൈക്കൂട്ടില്ലേ, നമ്മളെവിടെ കൈക്കൂട് എന്നറിയാം, ഈ കക്ഷ എന്നൊക്കെ പറഞ്ഞാൽ കൈക്കൂട്ടില്ല ചന്ദ്രിക എന്ന് വെച്ചാൽ അതിങ്ങനെ വെച്ച് നടക്കുക എന്നുള്ളതാണ്, അഭിമാനമാണ്. അത് വായിക്കാനല്ല, ചന്ദ്രിക ഇവിടെ ഉണ്ടോ. അങ്ങനത്തെ മനുഷ്യന്മാരാണ്
അവരുടെ സത്യസന്ധതയും ആദർശബോധവുമാണ്. ഓൽക്കത് വായിക്കണമെന്നും കൂടിയില്ല. പക്ഷേ എൻ്റെയൊക്കെ ചന്ദ്രിക ഉണ്ട് എന്ന അഭിമാനത്തിലാണ്. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ, നമുക്കൊക്കെ നന്മ ഉണ്ടാകട്ടെ. ഇത് നമുക്കൊക്കെ വല്ല വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ അള്ളാഹു ശിഫാക്കട്ടെ, രോഗം ശിഫയാക്കട്ടെ. ഈ സദസ്സിൽ ആർക്കെങ്കിലും രോഗം നമുക്കൊക്കെ ഉള്ളതൊക്കെ അള്ളാഹു ശിഫാക്കി തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീർഘായുസ് റബ്ബ് ഇന്നത്തെ ഇവിടെ ഈ പരിപാടി പങ്കെടുത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത എത്രയോ പേരുണ്ടാവും. അവർക്കൊക്കെ അള്ളാഹു നല്ല ദീർഘായുസ്സും ആയുരാരോഗ്യം ആഫിയത്തും ഇനിയും രാജ്യത്തിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കും.